എന്തുകൊണ്ടാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം ഉണ്ടായിട്ടും ആചാര്യൻ ഒരു ഭാഗവതം കിളിപ്പാട്ട് എഴുതിയത്? എന്തുകൊണ്ടാണ് നമുക്ക് സാക്ഷാൽ വാൽമീകി മഹർഷി എഴുതിയിട്ടുള്ള രാമായണം ഉണ്ടായിട്ട് നമുക്ക് ഇവിടെ ഒരു തുഞ്ചത്താചാര്യൻ ഒരു കിളിപ്പാട്ട് എഴുതിയത്? സാധാരണക്കാരിലൂടെ എത്തണം. സാധാരണക്കാരിലേക്ക് എത്താൻ വേണ്ടി ഗുരുവായൂരപ്പന്റെ നിശ്ചയപ്രകാരം ആ മഹാനായിട്ടുള്ള ആചാര്യൻ നമുക്ക് തന്നിട്ടുള്ള നിധിയാണ് ഹരിനാമകീർത്തനം. നേരത്തെ പറഞ്ഞല്ലോ, മനോബലം ഉണ്ടാക്കാൻ ബലരാമസ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് ഹരിനാമകീർത്തനം ചൊല്ലുന്നത് വളരെ വളരെ വിശേഷം. ഞാൻ ഇവിടെ തൃക്കയിൽ ഇരുന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ ഇരുന്നാണ് നമ്മളോട് പറയണം. ഹരിനാമകീർത്തനം ഗുരുവായൂരപ്പനുള്ളതാണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനുള്ളതാണ്. ഗുരുവായൂരപ്പന്റെ ബലരാമസ്വാമി ആയിട്ടുള്ള ഭാവം. ഒരു കയ്യിൽ കലപ്പയും ഒരു കയ്യിൽ ഗദയും പിടിച്ച് നീല പട്ടുടുത്ത് നിൽക്കുന്ന ആ രൂപത്തിൽ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരു തവണ നിങ്ങളൊന്ന് ഹരിനാമകീർത്തനം ചൊല്ലിയാൽ നിങ്ങളുടെ മനസ്സിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. അങ്ങനെയുള്ള ഹരിനാമകീർത്തനം, ആ ഹരിനാമകീർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെല്ലാം പറയാൻ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് സാധിക്കില്ല. ഇതൊരു കടലാണ്. ആ കടലിൽ നിന്ന് ഒന്നോ രണ്ടോ തുള്ളികൾ എടുത്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും അല്ലെ. അപ്പൊ ഈ അമ്മമാരൊക്കെ വീട്ടില് ചോറ് വെച്ച് കഴിഞ്ഞാൽ ചോറ് മുഴുവൻ വെന്തോന്ന് അറിയാൻ വേണ്ടി മുഴുവൻ അരി പിടിച്ച് ഞെക്കി നോക്കാറില്ല. ഏതെങ്കിലും രണ്ട് വറ്റെടുത്തിട്ട് ഞെക്കും, പാകമായിട്ടുണ്ട്, മതി. അതുപോലെയാണ് ഓരോ ശ്ലോകവും അമൃതാണ്. അതാ കുംഭമേള കഴിഞ്ഞുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ കഥ. അമൃത കുംഭമായിട്ട് പോകുന്ന സമയത്ത് 4 ദിക്കിലും 4 തുള്ളി വീണൂന്നേ ഉള്ളൂ അല്ലെ. തുള്ളിയേ ഉള്ളൂ. ആ തുള്ളി വീണാ മതി, അതും അമൃതം തന്നെ. അതിന്റെ സാന്നിധ്യമുള്ള ജലവും അമൃതം തന്നെ. അപ്പൊ അതുകൊണ്ട് ഹരിനാമകീർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം അല്പസമയം നമുക്ക് വിചാരം ചെയ്യാം. തുടങ്ങുന്നത് എങ്ങനെയാ? നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശ ഹരി നാരായണ അല്ലെ. മുഴുവൻ വിഷമങ്ങളെ നശിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം തുടങ്ങണമെങ്കിലും അതിന്റെ സ്റ്റാർട്ടിങ് മുഴുവൻ വിഷമങ്ങളെയും നശിപ്പിക്കുന്നു. ഹരിനാമകീർത്തനം ചൊല്ലുമ്പോൾ ലഭിക്കുന്ന എന്താണ്? വിഷമം മാറും. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന സാധനം നിങ്ങൾ ചോദിച്ചു. പണ്ട് കാലത്ത് എന്റെ അച്ഛമ്മടുത്തും അമ്മമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് അമ്മമ്മ എനിക്ക് വിഷമമാണ്, അതൊരു രോഗമാണെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. രോഗമോ വിഷമോ? അതേപോലെ ഒരു ആയിരുന്നു വെള്ളം പൈസ കൊടുത്ത് വാങ്ങണം എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കുമായിരുന്നു പണ്ട്. ഇന്ന് വെള്ളം പൈസ കൊടുത്ത് വാങ്ങണം ഒന്ന്, വിഷമം ഇന്നൊരു രോഗമാണ്. അതിനെ ഇന്ന് സയൻസിൽ ഡിപ്രഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മലയാളത്തിൽ വിഷാദ രോഗം എന്നാണ് അതിന്റെ പേര്. ഏറ്റവും അധികം ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സാധനമാണ് ഈ സാധനം. എന്ത്? ഡിപ്രഷൻ, വിഷാദ രോഗം. ആ വിഷമത്തെ മറികടക്കാൻ ഹരിനാമകീർത്തനം ഉപയോഗിക്കാമെന്ന് ഹരിനാമകീർത്തനം തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നു. നമുക്ക് എത്ര തരം വിഷമങ്ങളുണ്ട്. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാറില്ലേ? കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ ഹരേ നമ അല്ലെ. ഭഗവാനെ ഞങ്ങളുടെ ക്ലേശങ്ങൾ മാറ്റി തരണേ. നാരായണീയം എഴുതിയപ്പോഴും നെൽപ്പത്തൂരും പറഞ്ഞത് എന്റെ ക്ലേശം മാറ്റി തരണേ ഭഗവാനെ. വാതരോഗമാണ്. വാതരോഗം എന്ന് പറഞ്ഞ നിലയ്ക്ക് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, അത് മാറ്റി തരണേന്നാണ് ക്ലേശം. പിന്നെ ഒരു ഭാഗത്ത് നമ്മൾ പറയും താപത്രയ വിനാശായ ഗോവിന്ദായ അല്ലെ. താപത്രയങ്ങൾ, ഒരു മനുഷ്യന് 3 തരം ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാണ്. ഏതൊക്കെയാന്ന് അറിയാവുന്നതാണ്, ഭാഗവതം കേട്ടിട്ടുള്ള വേറാണല്ലോ എല്ലാവരും. ഏതൊക്കെയാ? ഒന്ന് ആദിഭൗതികം, ഒന്ന് ആദിദൈവികം, ഒന്ന് ആധ്യാത്മികം. നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്ന വിഷമങ്ങള്, പ്രകൃതിക്ക് നമുക്ക് തരുന്ന വിഷമങ്ങള്, മറ്റുള്ളവർ നമുക്ക് തരുന്ന വിഷമങ്ങൾ. ഇത് 3ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒന്ന്. ഒന്ന് നമ്മുടെ കർമ്മഫലം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ. നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു തീർക്കുക. ഒന്ന്. രണ്ടോ, മറ്റുള്ളവർ പോയി ഇവൻ ഇത്തിരി നന്നാവണുണ്ടല്ലോ, ഇവൻ ഇത്തിരി നന്നാവണ്ട, ഇത്തിരി ഒന്ന് നന്നാവൽ കുറയ്ക്കാം എന്ന് നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർക്ക് തോന്നും. അവർ നമുക്ക് തരുന്ന വിഷമം. 3, ഈ പ്രപഞ്ചം, പ്രകൃതി നമുക്ക് തരുന്ന വിഷമം. ഇപ്പൊ മഹാമാരികളായിട്ടും വെള്ളപ്പൊക്കമായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാവുന്ന വിഷമം. ഈ 3 വിഷമമാണ് ഒരു മനുഷ്യ ശരീരം എടുത്താൽ പ്രധാനമായിട്ടും നടന്നു പോകേണ്ടത്. ഇത് 3ഉം എപ്പോ സംഭവിക്കും? ഹരിനാമകീർത്തനം ചൊല്ലിയാൽ മാറും എന്നാണ് തുടക്കത്തിൽ തന്നെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ ഇതാണോ ആത്യന്തികമായിട്ടുള്ള വിഷമം? അങ്ങനെ കരുതരുത്. ആത്യന്തികമായിട്ടുള്ള വിഷമം, ആത്യന്തികമായിട്ടുള്ള ജീവിത സാക്ഷാത്കാരം നേടാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്നുള്ള വിഷമമാണ്. ഞാൻ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് വന്നത്, ആ ഭൂമിയിലേക്ക് വന്ന കർത്തവ്യം പൂർത്തിയാക്കി അവിടുത്തെ ആ 2 പാതാള ബന്ധങ്ങളിൽ ലയിച്ചു ചേരാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഭഗവാൻ എന്നുള്ള വിഷമമാണ് ഏറ്റവും വലിയ വിഷമം. ഈ വിഷമം എപ്പോഴാണ് അറിവുണ്ടാവുക? നിങ്ങൾക്ക് ഈ വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, ഓ വ്യാസൻ ഇത് വെറുതെ പറയുന്നതാണ്, ഇങ്ങനെ ഒരു വിഷമമൊന്നുമില്ല, ഞങ്ങളെ കൊണ്ട് ഉണ്ടാവുന്ന വിഷമം, അപ്പുറത്തെ വീട്ടുകാരെ കൊണ്ടുള്ള വിഷമം, ഇതുള്ളൂ മെയിൻ ആയിട്ടുള്ളൂ. നിങ്ങൾ ഗുരുവായൂർ പോവുക, ഇല്ലെങ്കിൽ ഇവിടെ പോവുക, എവിടെ വെച്ചാൽ ഏറ്റവും കൂടുതൽ മനസ്സർപ്പിക്കാൻ എവിടെ സാധിക്കുമോ അവിടെ പോവുക. ശബരിമലയ്ക്ക് പോകണമെങ്കിൽ ശബരിമലയ്ക്ക് പോവുക. അവിടെ പോയി ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് നോക്കുമ്പോൾ പല ആളുകളുടെയും കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുന്ന കാണാം. എന്തിനാ അവര് കരയണേ? ഗുരുവായൂരോട് വിഷമം പറഞ്ഞറിയണം, അയ്യോ ഭഗവാനെ ഞാൻ എത്രയും കാറ് ചോദിച്ചു, ആ കാർ ഒന്ന് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത മാസം വീണ്ടും ഇവിടേക്ക് കാറിൽ വരായിരുന്നു. ആ വിഷമാണോ? അല്ല, ഈ ശരീരത്തിനകത്ത് ഈ ആത്മാവ് പെട്ടുപോയല്ലോ ഭഗവാനെ എന്നുള്ള വിഷമം. അങ്ങയുടെ തന്നെ ഭാഗമായിട്ടുള്ള എന്റെ ആത്മാവ് ഈ ശരീരത്തിനകത്ത് പെട്ട് ഈ മായയിൽ കുടുങ്ങിപ്പോയല്ലോ ഭഗവാനെ. ഈ മായ തിരിച്ചറിയാതിരിക്കുന്ന 2-3 സെക്കൻഡ് ജീവിതത്തിൽ വരും, അപ്പോഴാണ് ഈ കണ്ണുന്ന് വെള്ളം വരുന്നത്. പെട്ടുപോയല്ലോ. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ശബരിമല സീസണിലാണ് ഒരു 5 വയസ്സോ 4 വയസ്സോ പ്രായമായ ഒരു കുട്ടി ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് അകത്തേക്ക് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചാൾക്കാരെ കണ്ടു. 5 വയസ്സായ കുട്ടി, അവൻ എന്തറിയാം സ്വാമിയെ കുറിച്ച്, എന്ത് തത്വമസി, എന്ത് അദ്വൈത ഭാവമാണ് ആ കുട്ടിക്കുള്ളത്. പക്ഷെ അവൻ എന്തുകൊണ്ട് കരയുന്നു? അവന്റെ കണ്ണിൽ നിന്ന് എന്തുകൊണ്ട് കരച്ചിൽ വരുന്നു? അറിയാണ്ട് അവൻ ആരെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കുകയാണോ സ്വാമിയെ എന്ന് വിളിക്ക്? അങ്ങനെയാണോ? അല്ലല്ലോ. അറിയാണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നു, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാണൻ മനസ്സിലാക്കുകയാണ്, ഭഗവാനെ അവിടത്തെ കാലിന്റെ അടിയിൽ കിടക്കേണ്ട ഞാൻ ഈ ശരീരം എടുത്ത് ഈ മായയിലൂടെ പോകുന്നുണ്ടല്ലോ. ഇതാണ് ഏറ്റവും വലിയ വിഷമം, ഇതാണ് ഏറ്റവും വലിയ പ്രയാസം. ഇതിന് മറികടക്കുക, ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടുക, അതിനുള്ള അമൃതാണ് ഹരിനാമകീർത്തനം. അതായിട്ട് അതിനെ സേവിക്കുക. ഒരു അസുഖം വന്നാൽ മാത്രം കഴിക്കേണ്ട ഒന്നായിട്ട് ഇതിനെ മാറ്റാതിരിക്കുക. ഇത് വളരെ മധുരമുള്ള ഒരു പായസം കൂടിയാണ്. ഇപ്പൊ അവിടെ അക്ഷയ തൃതീയക്ക് ചതുർശതം ഉണ്ട് അല്ലെ? എന്തുകൊണ്ടാ പല സ്ഥലങ്ങളിലും ചതുർശതം എല്ലാ ദിവസവും നേദിക്കില്ല? ഗുരുവായൂർ പോലും ഇല്ല. ഗുരുവായൂർ മഹാനേദിയാണ് ചതുർശതം. ഇപ്പൊ ഞാൻ വരുന്ന മണ്ണാർക്കാട് നിന്നാണെങ്കിൽ മണ്ണാർക്കാടും ഉത്സവ സമയത്ത് മാത്രമേ ചതുർശതം പതിവുള്ളൂ. എപ്പോഴും നേദ്യം പതിവില്ല പല സ്ഥലത്തും ചതുർശതം. കാരണം അതിന്റെ പ്രിപ്പറേഷൻ, അത് കഴിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലക്കടിക്കും, ഉറങ്ങും. ദിവസവും കഴിക്കില്ല, ദഹനത്തിന് ബുദ്ധിമുട്ട് വരും. അതിൽ പഴം, നെയ്യ്, നാളികേരം, അരി, ശർക്കര അതൊക്കെയാണ് ചേർക്കുന്നത്. ദിവസവും കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ അളവിനനുസരിച്ച് പാകത്തിന് സേവിച്ചാൽ നല്ലതാണ്, നല്ല മധുരമാണ്. ഹരിനാമകീർത്തനം ഒരേ സമയം മധുരമാണ് മരുന്നുമാണ്. എങ്ങനെ കഴിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. മധുരമായിട്ട് കഴിക്കണോ മരുന്നായിട്ട് കഴിക്കണോ? മധുരമായിട്ടാണ് കഴിക്കണമെങ്കിൽ ഗുരുവായൂരപ്പനോടുള്ള ഭക്തിയോടുകൂടി ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണ് എന്നുള്ള സങ്കല്പത്തോടു കൂടി കഴിക്കുക. അതിനുള്ള ശ്ലോകങ്ങൾ നിരവധിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹരിനാമകീർത്തനമാകുന്ന ചതുർശതത്തിൽ നിന്ന് 2 സ്പൂൺ ഇങ്ങനെ കോരി എടുത്തിട്ട് ഇതെന്താണ് എന്ന് ചോദിച്ചാൽ 2 സ്പൂണേ എടുക്കുള്ളൂ കേട്ടോ, വേറെ അതിനകത്ത് കുറെ ഉണ്ട്. 2 സ്പൂണേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. ഇപ്പൊ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഹരിനാമകീർത്തനത്തിന്റെ ഏറ്റവും വലിയ മധുരങ്ങളിൽ ഒന്ന്, അത് മനോഹരമായി അദ്വൈത സിദ്ധാന്തം പറഞ്ഞു വെക്കുന്നു. അദ്വൈതത്തിന്റെ ഏറ്റവും വലിയ പരമകാഷ്ഠയിലുള്ള വാക്കുകൾ ഹരിനാമകീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടോ, നാമജപത്തിന്റെ പ്രാധാന്യം വളരെയധികം എടുത്തു കാണിക്കുന്നു. ഈ 2 എണ്ണമാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഇതെന്നെ പറഞ്ഞാൽ തീരില്ല, പക്ഷെ അല്പസമയം ഇതാണ് നമ്മൾ വിചിന്തനം ചെയ്യും. നമ്മുടെ ധർമ്മം, ഹൈന്ദവ ധർമ്മം എന്ന് വിളിച്ചാലും സനാതന ധർമ്മം എന്ന് വിളിച്ചാലും വൈദിക ധർമ്മം എന്ന് വിളിച്ചാലും ആത്യന്തികമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളെല്ലാം വന്ന സ്രോതസ് ഒന്ന് തന്നെയാണ്. ആ സ്രോതസ്സിലുള്ള ചൈതന്യം തന്നെയാണ് എന്നിലുമുള്ളത്, നിങ്ങളിലുമുള്ളത്. ഇതാണ്
പരമമായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അതെല്ലാം ആ ചൈതന്യം ഒന്നാണ്. അതാണ് അദ്വൈതം. എല്ലാവരിലുള്ളത് ഒരേ ചൈതന്യമാണ്, ഒരേ ഭഗവാന്റെ ചൈതന്യമാണ്. ഇത് പഠിക്കുക എന്നുള്ളതാണ് ഈ ധർമ്മത്തിൽ ജനിച്ച ഏതൊരു വിദ്യാർത്ഥിയുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇത് പഠിക്കാനാണ് 41 ദിവസം വ്രതം എടുത്ത് കെട്ട് നിറച്ച് നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാ ഇഷ്ടമുള്ളതും വേണ്ടെന്ന് വെച്ച് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് മലയ്ക്ക് പോകുന്നു. മലയ്ക്ക് പോയി ഭഗവാനെ കാണേണ്ട ആവശ്യമില്ല. ഭഗവാനെ കാണാൻ വരുന്ന ഭക്തരോട് മുഴുവൻ ഭഗവാന്റെ വിഗ്രഹം കാണിക്കുന്നതിന് മുമ്പേ മെസ്സേജ് കൊടുക്കുന്നു, വെൽക്കം ബോർഡ് വെച്ചിരിക്കുന്നു, തത്വം അസി. നീ എന്താണോ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാണ്, അല്ലെ? പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി നിങ്ങൾക്ക് ഈ ശബരിമലയ്ക്ക് പോകാനുള്ള ചിലപ്പോ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും, ചില ആളുകൾക്കും സാധിക്കില്ല. ചില സമയത്ത് പഴനിക്ക് എല്ലാവർക്കും പോകാം, അല്ലെ? പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് മുരുകനെ കാണാൻ എപ്പോഴും പോവാം. അവിടെ ചെല്ലുമ്പോഴോ വെൽക്കം ബോർഡ് ഒന്നും കാണാനില്ല. പക്ഷെ ഭഗവാൻ സ്ഥലത്തിന്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് എന്താണ്? പഴനി. എങ്ങനെയാ പേര് വന്നേ? പഴം കിട്ടിയ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഴം കിട്ടി, ഭഗവാൻ ഉലകം ചുറ്റാനായിട്ട് മയിലിന്റെ പുറത്ത് കയറി പോയി. ഉണ്ണിഗണപതി അച്ഛനെയും അമ്മേനെയും 3 പ്രദക്ഷിണം വെച്ചതോടുകൂടി ലോകം മുഴുവൻ ചുറ്റി എന്നുള്ള സങ്കല്പത്തിൽ വന്നു. ഗണേശന് പഴം കിട്ടി. ഭഗവാൻ പാവം കഷ്ടപ്പെട്ട് മയിലിന്റെ പുറത്ത് സഞ്ചരിച്ച് തിരിച്ചു വന്ന സമയത്ത് ഏട്ടൻ പഴമൊക്കെ എറിഞ്ഞിട്ട് ഇരിക്കുന്നതാണ് കണ്ടത്. അമ്മയോടും അച്ഛനോടും ദേഷ്യപ്പെട്ട് ഞാൻ ഇവിടെ നിൽക്കില്ല, ഇനി നിങ്ങളും മകനുമായിട്ട് ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടികൾ പിണങ്ങി പോകുന്നത് പോലെ കൈലാസത്തിൽ നിന്ന് പോയി എന്നാണ് സങ്കല്പം. കഥയാണ്. ഭഗവാൻ ഒരു വലിയ കുന്നിന്റെ പുറത്ത് ഒരു തരത്തിലുള്ള ആഡംബരങ്ങളില്ലാതെ ഒരു പട്ടുകോണകം മാത്രം എടുത്ത് ഒരു ദണ്ഡം പിടിച്ചു നിന്നു, ഭസ്മം ധരിച്ചുകൊണ്ട്, ദണ്ഡായുധ പാണി. ആ ഭഗവാനെ കാണാൻ അമ്മ ചെന്നു. പാർവതി എത്രയൊക്കെ പറഞ്ഞാലും മോനാണ്, എന്തിനാണ് നീ കൈലാസത്തിൽ നിന്ന് പോകുന്നത്? ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ കൈലാസത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് പോകേണ്ടതുണ്ടോ ഉണ്ണി? പിന്നെ അമ്മ പറഞ്ഞ വാക്കാണ് ഏറ്റവും വലുത്. എന്ത്? ഒരു പഴത്തിന് വേണ്ടി നീ പോയോ? ഒരു പഴം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നീ ഞങ്ങളുടെ അടുത്ത് ഇറങ്ങിപ്പോയോ? പഴം നീ തന്നെയല്ലേ? പഴം നീ തന്നെയല്ലേ? ഏറ്റവും വലിയ പഴം നീ തന്നെയല്ലേ? അങ്ങനെ പഴം നീ അല്ലേ എന്ന് ചോദിച്ചത് കൊണ്ട് ആ സ്ഥലം പഴനി ആയിന്നാണ്. പറയും, എന്ത് പഴമാണ് ഭഗവാൻ കൊടുത്തിരുന്നത്? ആ പഴത്തിന്റെ പേരെന്തായിരുന്നു? ജ്ഞാനപ്പഴം, അല്ലെ? എന്താണ് പരമമായിട്ടുള്ള ജ്ഞാനം? നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാം ഒരു ചൈതന്യത്തിന്റെ ഭാഗങ്ങളാണ്. അത് തന്നെയാണ് അകത്തിരിക്കുന്നത്. തത്വമസി എന്ന് പറഞ്ഞാലും പഴനി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഏട്ടനും അനിയനും ഒരേ സന്ദേശം തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മഹാനായിട്ടുള്ള ആചാര്യൻ തുങ്കത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അദ്ദേഹം ഹരിനാമകീർത്തനം എഴുതിയ സമയത്ത് വ്യക്തമായിട്ട് ഈ അദ്വൈത ബോധം പറഞ്ഞു വയ്ക്കുന്നു. എവിടെ? ഏത് ശ്ലോകം? എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകം ഹരിനാമകീർത്തനത്തില്, യാതൊന്നു കാൺപതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. ഇതിലും വലിയ അദ്വൈതം നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? അയ്യോ, വ്യാസൻ നാരായണൻ എന്നാണല്ലോ പറഞ്ഞത്, ഞങ്ങൾക്ക് മഹാദേവനാണ് ഇഷ്ടം, ആയിക്കോളൂ. ഞങ്ങൾക്ക് ഭഗവതിയാണ് ഇഷ്ടം, ആയിക്കോളൂ. ഞാൻ ഇവിടെ നാരായണൻ എന്ന ശബ്ദം കൊണ്ട് ഞാനിപ്പോ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും എഴുത്തച്ഛൻ എഴുതി വെച്ചതുമായിട്ടുള്ള നാരായണൻ നിങ്ങൾ വിചാരിച്ച പാമ്പിന്റെ മുകളിൽ കിടക്കുന്ന ആളല്ല. മറിച്ച് എല്ലാവരിലും ഇരിക്കുന്ന ചൈതന്യത്തെ എഴുത്തച്ഛൻ വിളിച്ച പേരാണ് നാരായണൻ. നിങ്ങൾക്ക് യാതൊന്നു കാണുന്നത് ശിവപ്രതിമ, യാതൊന്നു കാണുന്നത് ചെയ്യുന്നത് ശിവാർച്ചനകൾ, യാതൊന്നു കേൾക്കുന്നത് ശിവശ്രുതികൾ, യാതൊന്നതൊക്കെ ശിവനായ പറയാം. ഭഗവതിയാണെന്ന് പറയാം, മുരുകനാണെന്ന് പറയാം, ഏത് ലാംഗ്വേജിലും പറയാം, തെറ്റില്ല. നമ്മുടെ ധർമ്മത്തിലുള്ള വലിയൊരു പ്ലസ് പോയിന്റ് ആണ്, നമ്മുടെ ധർമ്മത്തിലൊരു മഹത്വമാണത്. വേറെ ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല പേരുകളുള്ള പല തരത്തിലുള്ള ദൈവങ്ങളെ? ഏക ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന ധർമ്മങ്ങളാണ് നമുക്ക് പൊതുവിൽ മറ്റു സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഗുരുവായൂരപ്പനാണോ ഇഷ്ടം? ഗുരുവായൂരപ്പനിലൂടെ പോവാം. നിങ്ങൾക്ക് മഹാദേവനെയാണോ ഇഷ്ടം? മഹാദേവനിലൂടെ പോവാം. നിങ്ങൾക്ക് ചാത്തൻ സ്വാമിയാണോ ഇഷ്ടം? ചാത്തൻ സ്വാമി വഴിക്ക് പോവാം. എവിടെ പോയാലും എത്തിച്ചേരേണ്ടത് ആ ഉച്ചപൂജാലങ്കാരത്തിൽ പറയുമല്ലോ,
ആ 2 കുഞ്ഞു കാലുകളിലാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്വൈതം ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു, എല്ലാത്തിലും ഭഗവാനെ കാണാൻ ശ്രമിക്കുക, എല്ലാത്തിലും ഭഗവാനുള്ള അർച്ചനയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, എല്ലാത്തിലും ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുന്നതായിട്ട് ശ്രമിക്കുക, എല്ലാതും ഭഗവാൻ തന്നെ ഓർപ്പിച്ചുകൊണ്ട്. ഇതാണ് ഹരിനാമകീർത്തനത്തിന്റെ എസൻസ്. ഹരിനാമകീർത്തനം എങ്ങനെ ചാറെടുത്ത് സ്ക്വാഷ് ചെയ്താൽ കിട്ടുന്നത് എന്തോ അതാണ് ഇത്. ഇതാണ് ഹരിനാമകീർത്തനം ചൊല്ലിയാൽ കിട്ടേണ്ടത്. എന്ത്? കാണുന്നവരിലൊക്കെ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കണം. ഒരാളിങ്ങനെ വരികയാണെങ്കിൽ എന്താ വരുന്നു ഗുരുവായൂരപ്പൻ, ഒരാൾ പോവുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ പോളും. ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മായയിൽ കിടന്ന് അവനാണോ വലുത്, ഇവളാണോ വലുത്, അപ്പുറത്തവൻ എന്തെങ്കിലും പറ്റോ, എന്നെക്കാൾ അവൻ വലുതാവോ, താപത്രയങ്ങൾ വരും. നോക്കൂ, ആദ്യം പറഞ്ഞു സന്താപങ്ങൾ നാശിക്കും, മൊത്തം ഇല്ലാണ്ടായി പോകും. പക്ഷെ സന്താപങ്ങൾ നശിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാത്തിലും ഭഗവാനെ കാണാനും ഭഗവാനെ കേൾക്കാനും ഭഗവാൻ അർച്ചന ചെയ്യാനും ഭഗവാനാണെന്ന് ഉറപ്പിക്കാനും സാധിക്കണം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.